സ്തുതിസ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ്. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ പരിശുദ്ധ സഭയെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ബാബാ തിരുമനസുവിനെ സഭ ഒരിക്കലും നേരിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരുമലയുടെ മണ്ണിൽ വെച്ച് തന്നെ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തയായും കാതോലിക്കയായും ചുമതല തെരഞ്ഞെടുക്കപ്പെടുവാനും ചുമതലയേൽക്കുവാനും ഒക്കെ ഇടയാക്കിയതിൻ്റെ വാർഷിക ദിനമാണിന്ന്. സഭയുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അസോസിയേഷൻ കൂടി അന്നേരം തന്നെ മലങ്കര മെത്രാപ്പോലീത്തയായി ചുമതലയേറ്റ ആദ്യത്തെ പിതാവാണ് മാച്ച്സ്തീൻ കാതോലിക്ക ബാബാ തിരുമേനി. ഇന്ന് അതിൻ്റെ സ്ഥാനാരോഹണമാണ്. മലങ്കര സഭ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി ഉപവസിച്ച് മലങ്കര നസ്രാണികൾ ഹൃദയം തുറന്ന് ദൈവത്തോട് സ്വർഗത്തോട് കേട് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു സമയമാണത്. കാര്യം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു മലങ്കര സഭ അന്ന് കടന്നുപോയത്. അതിനൊക്കെ ഉത്തരമായി ഈ പിതാവിനെ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തയായും കാതോലിക്കായും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. ഈ സഭയെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരുമലയുടെ മണ്ണിൽ ഇന്ന് എഴുന്നള്ളി വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവ്, ആ പിതാവിനെ പറ്റി പറയുവാനാണെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട്. പ്രതിസന്ധികളെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റി, പ്രാർത്ഥന കൊണ്ട് സാധ്യതകളാക്കി മാറ്റിയ പിതാവ്, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. നമ്മൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയും, പക്ഷേ കാലം ചെയ്ത മാർപ്പാപ്പ പറയുന്നു ഗോഡ് ഈസ് മേഴ്സി. പരിശുദ്ധ ബാബാ തിരുമേനിയെ പറ്റി പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഗോഡ് ഈസ് മേഴ്സി എന്ന് പറയുന്നത് പോലെ തന്നെ ബാബാ തിരുമേനി കരുണയുടെ പ്രവാചകനാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ കരുതുവാൻ അവിടെ ജാതിയില്ല, മതമില്ല, ലിംഗവ്യത്യാസമില്ലാതെ തൻ്റെ മുന്നിൽ വരുന്നവരെ സഹായിക്കുവാൻ ഏറ്റവും മനസ്സ് കാണിക്കുന്ന ഒരു പിതാവ്, ഒരു കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന പിതാവിനെ അടയാളപ്പെടുത്താനാണ് എനിക്ക്. അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകൾ വേറെയുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങിയിട്ടുള്ള, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. പരുമല സെമിനാരിയുടെ ബഡ്ജറ്റ് തയ്യാറാക്കി പാസ്സാക്കുവാനുള്ളതായ യോഗം, ബഡ്ജറ്റൊക്കെ സമയമെടുത്ത് കൂലകുഷമായി ചർച്ച ചെയ്ത് പാസ്സാക്കുവാൻ ഇന്ന് എല്ലാവരും ചർച്ചകൾ പൂർത്തിയായി അവസാനിപ്പിക്കുന്നു. അവസാനം ബാബാ തിരുമനസുകൊണ്ട് ചോദിക്കുന്നു, ഇതിൻ്റെ ഒരു വർഷത്തെ ഇവിടുന്നുള്ള വരുമാനം എത്ര, ഇവത്തിൽ എത്ര രൂപ ചാരിറ്റിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്, ഞാൻ ഇത് അംഗീകരിക്കണമെങ്കിൽ ഇവിടുത്തെ തുകയിൽ നിന്ന് ഒരു വർഷം 10 വീടുകൾ, അന്യമതസ്ഥരായ ഒരാൾക്ക് ഉൾപ്പെടെ 10 വീടുകൾ ഈ ബഡ്ജറ്റിൽ നിന്ന് 10 ലക്ഷം രൂപ മുടക്കി, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ഇവിടെ തീരുമാനമെടുക്കാമെങ്കിൽ ഞാൻ ഈ ബഡ്ജറ്റ് അംഗീകരിക്കാമെന്ന് പറഞ്ഞ് പരിശുദ്ധ പിതാവ് ചുമതലയേറ്റ വർഷം മുതൽ ഈ കഴിഞ്ഞ 3 വർഷത്തിൽ പൂർത്തിയാകുമ്പോൾ 33 പരം ആളുകൾക്ക് സ്വന്തമായി കയറിക്കിടക്കുവാൻ പരുമലപ്പള്ളിയിൽ നിന്ന് പരുമല വീഴുന്ന പ്രാർത്ഥനയുടെയും ദശാംശത്തിന്റെയും കണ്ണുനീരിന്റെയും ദശാംശത്തിൽ നിന്ന് മാറ്റിവെച്ച് അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്ത്, ആ നിർമ്മിച്ചു കൊടുക്കുന്നത് ആര് എന്ന് ഇടമെത്രാപ്പോലീത്തന്മാർ ശുപാർശ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു ചടങ്ങില്ല. അത് ആർക്ക് കൊടുക്കുന്നു എന്ന് ലോകം അറിയുന്നില്ല. പക്ഷേ അർഹരായവരിലേക്ക് അത് കൃത്യമായി എത്തുന്നുവെങ്കിൽ ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിസന്ധികളിൽ അതിനെയെല്ലാം എത്ര പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനാപുരുഷനായി ഈ സഭയെ നയിക്കുന്ന പുണ്യപ്പെട്ട പിതാവ്, ആ പിതാവിനെ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കൂടുതൽ കരുത്തോടെ ആരോഗ്യത്തോടെ ഈ സഭയെ നയിക്കുവാൻ ഈ പിതാവിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മലങ്കര നസ്രാണികളുടെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ തൃപ്പാദത്തിങ്കൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് പിതാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.